തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. കാർ പാർക്കിംഗ് ചെയ്ത ശേഷം ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമുക്ക് അല്പദൂരം നടക്കാനുണ്ട്. അവിടെ നിന്നും ഒരാൾക്ക് 20 രൂപ പ്രകാരമുള്ള ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകാവുന്നതാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികൾ ചേർന്നാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വെള്ളരിമലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇരുവഞ്ഞിപ്പുഴയുടെ പോഷകനദിയായ ചാലിപ്പുഴയിലാണ് ഈ വെള്ളച്ചാട്ടം അവസാനിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന 2 പ്രധാന അരുവികൾ കാട്ടിലൂടെ ഒഴുകി ഒന്നിച്ച് ചാലിപ്പുഴയായി മാറുന്നു. ഇങ്ങനെ ഒഴുകി വരുന്ന ചാലിപ്പുഴ ഈ വനമേഖലയിലെ പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ 3 പ്രധാന തട്ടുകളായുള്ള വെള്ളച്ചാട്ടമായി മാറുന്നു. ഇതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത്. ഏറ്റവും താഴെയുള്ള വെള്ളച്ചാട്ടം ഈരട്ടുമുക്ക് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഏറ്റവും താഴെയായതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ പെട്ടെന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വെള്ളച്ചാട്ടം മഴവിൽ ചാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമത്തെ വെള്ളച്ചാട്ടം തേൻപാറ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് വളരെ ദുർഘടം പിടിച്ച കുത്തനെയുള്ള കയറ്റം കയറി വളരെ ബുദ്ധിമുട്ടി വേണം അവിടെ എത്താൻ. ഏറ്റവും മുകളിലുള്ള തേൻപാറ വെള്ളച്ചാട്ടം ഏകദേശം 75 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നു. 75 മീറ്റർ ഉയരത്തിൽ നിന്നും പാറക്കെട്ടുകളിലേക്ക് ആർത്തലച്ച് വീഴുന്ന വെള്ളം മഞ്ഞുതുള്ളികൾ പോലെ ചുറ്റും ചിതറുന്നതിനാലാണ് ഈ പ്രദേശത്തിന് തുഷാരഗിരി എന്ന പേര് ലഭിച്ചത്. മഞ്ഞണിഞ്ഞ മല എന്നും പറയും. സാഹസിക സഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടങ്ങളുടെ ഉത്ഭവ വഴികളിലൂടെ നടന്ന് വയനാട്ടിലെ വൈത്തിരിയിലെത്താറുണ്ട്. പ്രാദേശിക കർഷകരുടെയും വനംവകുപ്പിൻ്റെയും സംയുക്തമായ ശ്രമങ്ങൾക്ക് ഒടുവിലാണ് തുഷാരഗിരി ഇന്നത്തെ നിലയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത്. 1920-50 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലെ മലയോര മേഖലകളിലേക്ക് കൃഷിക്കായി കുടിയേറി വന്ന കർഷകരാണ് ഉൾവനത്തിലെ ഈ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ആദ്യമായി കാണുന്നതിനും ഇതിന് തുഷാരഗിരി എന്ന് പേരിടുന്നതും. ആദ്യകാലങ്ങളിൽ ഈ പ്രദേശത്തുള്ള കർഷകർക്കും വയനാട്ടിലേക്ക് പോകുന്ന സാഹസികരായ ആളുകൾക്ക് മാത്രമായിരുന്നു ഈ സ്ഥലം പരിചയം. 1970-80 കാലഘട്ടങ്ങളിൽ സാഹസിക സഞ്ചാരികളും ട്രെക്കിംഗ് പ്രേമികളും ഈ റൂട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. തുഷാരഗിരിയിൽ നിന്നും ആരംഭിച്ച് കാട്ടിലൂടെ നടന്ന് വയനാട്ടിലെ വൈത്തിരിയിലെത്തുന്ന 11 കിലോമീറ്ററോളം നീളുന്ന കഠിനമായ വനപാത സാഹസികരുടെ ഇടയിൽ വലിയ പ്രശസ്തി നേടി. ഇതോടെയാണ് തുഷാരഗിരിയുടെ പ്രാധാന്യം പുറംലോകം അറിഞ്ഞ് കൂടുതൽ ആളുകൾ വന്നു തുടങ്ങിയത്. ഇതോടെ തുഷാരഗിരിയെ ഒരു ഔദ്യോഗിക ടൂറിസ്റ്റ് കേന്ദ്രമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചു. അടുത്ത കാലത്തായി ചാലിപ്പുഴയിൽ വിദേശ സഞ്ചാരികൾ വരെ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ തുഷാരഗിരിയെ ലോക ടൂറിസം ബോർഡിലെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഈ പ്രദേശത്തെ കുടിയേറ്റ കർഷകർ കണ്ടെത്തിയ ഈ പ്രകൃതി ഭംഗിയെ ഇന്നത്തെ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളം ടൂറിസം വകുപ്പിനും വനം വകുപ്പിനുമാണ്. തുഷാരഗിരിയും അതിൻ്റെ ചുറ്റുമുള്ള മലയോര മേഖലകളും ആദ്യകാലത്ത് കോഴിക്കോട്ടെ പ്രമുഖ ജന്മികുടുംബമായിരുന്ന കിഴക്കേ കോവിലകത്തിൻ്റെ ജന്മാവകാശ ഭൂമിയായിരുന്നു. വടക്കേ മലബാറിലെ വലിയൊരു പങ്ക് വനഭൂമികളും മലവാരങ്ങളും ഇത്തരത്തിൽ രാജകുടുംബങ്ങളുടെയോ വലിയ ജന്മിമാരുടെയോ കീഴിലായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനു മുൻപും തുഷാരഗിരി ഉൾപ്പെടുന്ന ഈ വനമേഖലകൾ കിഴക്കേ കോവിലകം വകയായിരുന്നു. ഇവിടുത്തെ വിലപിടിപ്പുള്ള മരങ്ങൾ വെട്ടുന്നതിനും ആനകളെ പിടിക്കുന്നതിനുമുള്ള അവകാശം ജന്മിമാർക്കായിരുന്നു. പിൽക്കാലത്ത് കോവിലകത്ത് നിന്നും വലിയ തോട്ട ഉടമകളും പ്ലാന്റർമാരും പ്രമുഖ വ്യക്തികളും ഈ ഭൂമി ലീസിന് വാങ്ങുകയുണ്ടായി. തുഷാരഗിരിയുടെ ചരിത്രം മാറി മറിയുന്നത് തിരുവിതാംകൂറിൽ നിന്നുള്ള കർഷകരുടെ കുടിയേറ്റത്തോടെയാണ്. കോടഞ്ചേരി, ഈങ്ങാപ്പുഴ, തുഷാരഗിരി ഭാഗങ്ങളിലേക്ക് ക്രിസ്ത്യൻ കർഷകർ ഉൾപ്പെടെയുള്ള 100 കണക്കിന് കുടുംബങ്ങൾ മല കയറി വന്നു.
ഇവർ ജന്മിമാരിൽ നിന്നും വലിയ തോട്ട ഉടമകളിൽ നിന്നും വില കൊടുത്തും പാട്ടത്തിനെടുത്തും ആണ് ഈ കാട് പിടിച്ച ഭൂമി കൈവശമാക്കിയത്. വന്യമൃഗങ്ങളോടും മലമ്പനിയോടും പൊരുതി ഈ കർഷകർ ജന്മിമാരുടെ കാട്ടുഭൂമിയെ റബ്ബർ, കുരുമുളക്, തെങ്ങ്, കപ്പ, മരച്ചീനി തോട്ടങ്ങളാക്കി മാറ്റി. 1971 കേരള സർക്കാർ ചരിത്രപ്രധാനമായ സ്വകാര്യ വനങ്ങൾ ഏറ്റെടുക്കൽ നിയമം പാസാക്കി. ഈ നിയമപ്രകാരം ജന്മിമാരുടെ കൈവശമിരുന്ന വലിയ മലവാരങ്ങളും വനഭൂമികളും നഷ്ടപരിഹാരം കൂടാതെ സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് റിസർവ് വനങ്ങളാക്കി മാറ്റി. ഇതോടെ തുഷാരഗിരി വെള്ളച്ചാട്ടവും അതിൻ്റെ ഉത്ഭവ പ്രദേശങ്ങളും ഔദ്യോഗികമായി കേരള വനം വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും കൈവശത്തിലുമായി. കർഷകർ വെട്ടിത്തെളിച്ച കൃഷിഭൂമി അവരുടെ കൈകളിൽ തന്നെ തുടർന്നപ്പോൾ വെള്ളച്ചാട്ടവും ഉൾവനങ്ങളും വനം വകുപ്പിൻ്റെ പരിധിയിലായി. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നായ ജീരകപ്പാറ സമരം തുഷാരഗിരി വനമേഖലയിലെ മരമുറി കേസുമായി ബന്ധപ്പെട്ട ഒരു കലാപമായിരുന്നു. 1970-80 കാലങ്ങളിൽ മലബാറിലെ മലയോര മേഖലകളിൽ വനംവകുപ്പും കുടിയേറ്റ കർഷകരും തമ്മിൽ കടുത്ത ഭൂമി തർക്കങ്ങൾ നിലനിന്നിരുന്നു. തങ്ങൾ കഷ്ടപ്പെട്ട് വെട്ടിത്തെളിച്ച ഭൂമി തങ്ങളുടേതാണെന്നും കർഷകരും അത് റിസർവ് വനഭൂമിയാണെന്നും വനംവകുപ്പും വാദിച്ചു. ഈ പ്രദേശത്തെ വിലപിടിപ്പുള്ള ഈട്ടി, തേക്ക് മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പും ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ നിരന്തരം സംഘർഷം പതിവായിരുന്നു. ജീരകപ്പാറ മേഖലയിലെ ഒരു കർഷകൻ്റെ പുരയിടത്തിൽ നിന്ന് വിലപിടിപ്പുള്ള മരം മുറിച്ചു കടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചില കർഷകരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ വനംവകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ തന്നെ കള്ളക്കടത്തവരുമായി ചേർന്ന് മരമുറി നടത്തുകയാണെന്നും അതിൻ്റെ കുറ്റം പാവപ്പെട്ട കർഷകരുടെ മേൽ കെട്ടിവെക്കുകയാണെന്നും ആരോപിച്ച് നാട്ടുകാരും കർഷക സമിതികളും രംഗത്തിറങ്ങി. ഇതോടെ പ്രദേശത്ത് വൻ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. തുഷാരഗിരിക്ക് സമീപമുള്ള ഈങ്ങാപ്പുഴയിലായിരുന്നു വനംവകുപ്പിൻ്റെ പ്രധാന ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത്. മരമുറി കേസുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരെ ക്രൂരമായി മർദ്ദിച്ചതായും കള്ളക്കേസിൽ കുടുക്കിയതായും വാർത്ത പരന്നതോടെ ജനങ്ങളുടെ ആക്രോശം അണപൊട്ടിയൊഴുകി. ആയിരക്കണക്കിന് ജനങ്ങളും കർഷകരും ഒത്തുചേർന്ന് ഈങ്ങാപ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറി. ആക്രോശിച്ചത് ജനക്കൂട്ടം ഈങ്ങാപ്പുഴ ഫോറസ്റ്റ് ഓഫീസ് പൂർണ്ണമായും അടിച്ചു തകർത്തു. ഓഫീസിലുണ്ടായിരുന്ന സുപ്രധാനമായ വനം രേഖകൾ, കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവയെല്ലാം തീയിട്ട് നശിപ്പിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ ക്രമസമാധാനം വീണ്ടെടുക്കാൻ പോലീസിന് വൻ സന്നാഹത്തോടെ രംഗത്തിറങ്ങേണ്ടി വന്നു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. ഒടുവിൽ വൻതോതിൽ വെടിവെപ്പ് നടന്നു. ഈ സംഘർഷത്തിൽ നിരവധി കർഷകർക്കും പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റു. കേരളത്തെ മുഴുവൻ നടക്കിയ ഒരു സംഭവമായിരുന്നു ജീരകപ്പാറ ഈങ്ങാപ്പുഴ വനസമരവും കലാപവും. നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം വൻ ചർച്ചയായി. കർഷകരെ ദ്രോഹിക്കുന്ന വനംവകുപ്പ് നയങ്ങൾക്കെതിരെ മലയോര മേഖലകളിൽ വൻ ജനവികാരം ഉയർന്നു വന്നു. താമരശ്ശേരി ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ കുടിയേറ്റ കർഷകർക്ക് പിന്തുണയുമായി കത്തോലിക്ക സഭയും മലയോര വികസന സമിതികളും ശക്തമായി രംഗത്തു വന്നു. കലാപത്തിന് ശേഷം മാസങ്ങളോളം ആ പ്രദേശത്ത് പോലീസ് കാവലുണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും വധശ്രമത്തിനും പോലീസ് കേസെടുത്തു. തുഷാരഗിരി ജീരകപ്പാറ മരമുറി കേസ് എന്നത് കേവലം ഒരു മരം കള്ളക്കടത്ത് കേസ് മാത്രമായിരുന്നില്ല. മറിച്ച് വനംവകുപ്പിൻ്റെ പീഡനങ്ങൾക്കെതിരെ തങ്ങളുടെ ഭൂമിയുടെ അവകാശത്തിനു വേണ്ടിയും മലയോര ജനത നടത്തിയ ജീവൻ മരണ പോരാട്ടത്തിൻ്റെയും ചോര പുരണ്ട കഥയാണ്. ഈങ്ങാപ്പുഴ ഫോറസ്റ്റ് ഓഫീസ് കത്തിയമർന്ന കലാപം കേരളത്തിലെ വന നിയമങ്ങളിലും കർഷകരോടുമുള്ള വനംവകുപ്പിൻ്റെ സമീപനത്തിലും പിൽക്കാലത്ത് വലിയ മാറ്റങ്ങൾ വരാൻ കാരണമായി. തുഷാരഗിരി ഇക്കോ ടൂറിസം കേന്ദ്രം ഇപ്പോൾ സഞ്ചാരികൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യത്തെ വെള്ളച്ചാട്ടമായ ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം കൂടാതെ ഉൾവനത്തിലുള്ള മഴവിൽ ചാട്ടം, തുമ്പിതുള്ളുംപാറ എന്നീ വെള്ളച്ചാട്ടങ്ങളിലേക്കും ഇപ്പോൾ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട്. കാട്ടാനകളുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ലാത്തതിനാൽ പേടി കൂടാതെ നമുക്ക് ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം സന്ദർശിക്കാൻ കഴിയും. ഉൾവനത്തിലേക്ക് പോകുന്നവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങളുണ്ട്. രാവിലെ 9 മണി മുതൽ 11 മണി വരെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമേ ഉൾവനത്തിലെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സുരക്ഷയ്ക്കായി 2 ഗൈഡുമാരുടെ സഹായത്തോടെ ഗ്രൂപ്പുകളായാണ് സഞ്ചാരികളെ വെള്ളച്ചാട്ടത്തിലേക്ക് കടത്തിവിടുന്നത്. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ വെള്ളച്ചാട്ടം പേരിന് മാത്രമേ ഉള്ളൂ. വളരെ കുറഞ്ഞ അളവിലെ വെള്ളം മാത്രമേ ഇപ്പോൾ ഒഴുകുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. എങ്കിലും വനത്തിനുള്ളിലെ തണുത്ത അന്തരീക്ഷവും തണുപ്പും തണലും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അനുഭവമാണ്. ഒരിടയ്ക്ക് നിർത്തിവച്ചിരുന്ന ഒന്നാം വെള്ളച്ചാട്ടം മുതൽ തേൻപാറ വരെയുള്ള നിത്യഹരിത വനമേഖലയിലൂടെയുള്ള ട്രെക്കിംഗ് ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം എന്ന രീതിയിൽ വനംവകുപ്പ് പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രവേശന കവാടത്തിൽ നിന്നും 10-15 മിനിറ്റ് നടന്നാൽ നമുക്ക് ഒന്നാം വെള്ളച്ചാട്ടമായ ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടത്തിലെത്താം. ഒന്നാം വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം 3/4 കിലോമീറ്ററോളം വനത്തിലൂടെ കുത്തനെയുള്ള കയറ്റം കയറി പോകണം. ഇത് നല്ല ആരോഗ്യമുള്ളവരും മല കയറി പരിചയമുള്ളവരുമാണെങ്കിൽ ഈസിയായിട്ട് പോകാൻ സാധിക്കും. അല്ലാത്തവർ ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം പാത തുപ്പും. അത്രയ്ക്ക് കഠിനമായ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറി വേണം രണ്ടാം വെള്ളച്ചാട്ടമായ മഴവിൽച്ചാട്ടത്തിൽ എത്തണമെങ്കിൽ. ഇവിടേക്ക് എത്താൻ ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയമെടുക്കും. മൂന്നാം വെള്ളച്ചാട്ടമായ തുമ്പിതുള്ളുംപാറയിലേക്ക് എത്താൻ താഴെ നിന്നും ഏകദേശം 1.5 മുതൽ 2 കിലോമീറ്ററോളം വനത്തിലൂടെ കുത്തനെ നടന്നു വേണം പോകാൻ. നല്ല ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂർ വരെ സമയമെടുക്കും പോയി വരാൻ. നാലാമതായി ഈ അരുവികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള വനത്തിനുള്ളിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം തേൻപാറ വെള്ളച്ചാട്ടമാണ്. തേൻപാറയിൽ നിന്നുമാണ് ഈ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത്. ഇവിടെ എത്തണമെങ്കിൽ താഴെ നിന്നും ഏകദേശം 5-6 കിലോമീറ്റർ വനത്തിലൂടെ കുത്തനെയുള്ള കയറ്റം കയറി പോകണം. ഇവിടേക്ക് പോകാൻ എല്ലാവർക്കും അനുമതിയില്ല. വനംവകുപ്പിൻ്റെ പ്രത്യേക ഗൈഡിനൊപ്പം വേണം പോയി വരാൻ. ഏകദേശം 8 മുതൽ 10 മണിക്കൂർ വരെ സമയമെടുക്കും ഇവിടെ പോയി വരാൻ. ഏകദേശം ഒരു ദിവസത്തെ ഫുൾ പാക്കേജാണ് ഇതിന് വേണ്ടത്. മുൻകൂട്ടിയുള്ള ടിക്കറ്റും അനുമതിയും ഇതിന് ആവശ്യമാണ്. അങ്ങനെ കഠിനമായ കയറ്റമെല്ലാം കയറി ഞങ്ങളിതിൻ്റെ താഴ്ഭാഗത്തെത്തി. ഈ താഴ്ഭാഗത്തെ വെള്ളച്ചാട്ടത്തിനനുബന്ധിച്ച് മറ്റൊരു അത്ഭുതം കാണാനുള്ളത് ഒരു താണി മുത്തശ്ശിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ താണി മുത്തശ്ശിയുടെ ഉള്ളിൽ നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഈ താണി മുത്തശ്ശിയെ ഞാൻ ആദ്യം ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആദ്യമുള്ള ഫസ്റ്റ് വെള്ളച്ചാട്ടം. ഇവിടെ നിരവധി സഞ്ചാരികൾ കുളിക്കുന്നുണ്ട്. വളരെ നേർത്ത രൂപത്തിലാണ് വെള്ളം വരുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ എങ്ങനെയൊന്നുമല്ല, അതിശക്തമായി മഴവെള്ളം വരും. വൻ അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. മലയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ വെള്ളപ്പൊക്ക രൂപത്തിൽ വെള്ളം കുത്തൊലിച്ച് വരികയും പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ സഞ്ചാരികൾ അപകടത്തിൽപ്പെടുകയും ചെയ്യാറുണ്ട്. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ വെള്ളച്ചാട്ടത്തിലെ ആദ്യത്തെ ഭാഗം. നിരവധി സഞ്ചാരികൾ ഒഴുക്കിൽപ്പെട്ട് താഴോട്ട് ഒലിച്ചുപോയി മരണത്തിൽ കീഴടങ്ങിയിട്ടുണ്ട്. പല സിനിമകളുടെയും ഷൂട്ടിങ്ങുകൾ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന വഴി നടന്നു പോവുകയാണ്. ധാരാളം സഞ്ചാരികൾ മല കയറാൻ വരുന്നത് വഴിക്ക് കാണാൻ സാധിക്കും. അവധിക്കാലത്ത് കുടുംബത്തൊത്ത് ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരിടമാണ് ഒന്നാമത്തെ വെള്ളച്ചാട്ടം.